എന്താ അങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നേ? ഇന്ന് പണിക്കൊന്നും പോകുന്നില്ലേ? ചില ദിവസങ്ങൾ കഥ പോലെയാകും. നമ്മളൊക്കെ ആ കഥയിലെ കഥാപാത്രങ്ങൾ. ആരെഴുതിയതാണെന്നറിയാതെ അങ്ങനെ ഒഴുകി ഒഴുകി നടക്കുന്ന കഥ. അപ്പേട്ടനോ? എന്താ അപ്പേട്ട അവിടെ തന്നെ നിന്നേ? കയറി ഇരിക്കി. അവനില്ലേ ഇവിടെ? എന്താ അപ്പേട്ടാ? നീ അവനെ വിളിക്ക്. അത് ഞാനേ അവനോട് പറഞ്ഞോളാം. ഏട്ടാ, അപ്പേട്ടനാ? ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റായി. എന്താ അപ്പേട്ടാ, എന്താ കാര്യം? നീ ഇന്നലെ വീട്ടിൽ നിന്ന് എടുത്ത സാധനം അതിന്ന് വൈകുന്നേരത്തിലടക്കം എൻ്റെ വീട്ടിലെത്തണം. എന്താ അപ്പേട്ടാ, എന്ത് സാധനം? എന്താണെന്ന് ഞാനായിട്ട് പറയുന്നില്ല, അത് നിനക്കറിയാം. അതങ്ങ് കൊണ്ടുവന്നാ മതി. അതാ നിനക്ക് നല്ലത്. ഇതിപ്പോ വേറെ ആരും അറിഞ്ഞിട്ടില്ല, അറിയിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കെന്റെ സാധനം കിട്ടണം. നിങ്ങൾ എന്ത് വർത്താനം പറഞ്ഞു? ഞാൻ എന്ത് സാധനം എടുത്താ നിങ്ങൾ പറയണേ? എന്താണെന്ന് നിനക്ക് അറിയില്ലേ? ഞാനും കണ്ടതാ, കാണിച്ചു തരാം. എന്താ എന്താ ഉണ്ടായേ? ഏട്ടാ, എന്താ ഉണ്ടായേ? ഒന്ന് പറ. ഏട്ടാ, ഒന്ന് പറ. അപ്പേട്ടാ, എന്താ അപ്പേട്ടാ കാര്യം? ഏട്ടനോട് ചോദിച്ചിട്ടൊന്നും പറയണില്ല. എന്താണെന്നൊന്ന് പറ. നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ആ നാടകം കളി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. എനിക്കിന്ന് വൈകുന്നേരത്തിലടക്കം എൻ്റെ മുതൽ വീട്ടിൽ കിട്ടണം. അവ പറഞ്ഞയച്ചതാവും കണ്ണീര് കാണിച്ച് വീഴ്ത്താനേ. അവ പഠിച്ച കള്ളനാണ്. അനിതേ, അപ്പട്ടെന്തൊക്കെ പറഞ്ഞു പോയി, എനിക്കൊന്നും അറിയില്ല. മെമ്പറൊന്ന് പെട്ടെന്ന് വരണേ. അവരെന്താ പറഞ്ഞേ? എനിക്കറിയില്ല ഏട്ടാ. എന്തൊക്കെയോ എടുത്തുന്നോ കാണാനില്ലെന്നോ എന്തൊക്കെയോ പറഞ്ഞു. എന്താ ചെയ്യ? എന്തൊരു കഷ്ടകാലമാണ് ഈശ്വര. ഞാൻ മെമ്പറെ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരാന്നാ പറഞ്ഞത്. മെമ്പർ വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇങ്ങതാ, ഞാൻ ഏട്ടനെ വിളിക്കട്ടെ. എനിക്കറിയില്ല ഏട്ടാ.
ഏട്ടനൊന്ന് പെട്ടെന്ന് വാ. എല്ലാം വന്നിട്ട് നേരിട്ട് പറയാം. മോളട്ടി, ആ അനു അക്ഷയ് ഇന്ന് വരുന്നില്ലെന്ന് ഗീത ടീച്ചറോടൊന്ന് പറയണേ. ആ എന്താ വരാത്തെ? ബേബി ചേച്ചി, അനിത കരഞ്ഞോണ്ട് പോണ കണ്ടല്ലോ. അതവളുടെ കെട്ടിയവന്റെ കയ്യിലിരിപ്പോണ്ട കരഞ്ഞു പോണ്ടി വന്നത്. എന്താ കാര്യം? അവളുടെ ഭർത്താവ് ഇന്നലെ ഇവിടുന്ന് പെയിന്റ് പണി കഴിഞ്ഞു പോകുമ്പോഴേ എന്റെ മാല മോഷ്ടിച്ചിട്ടാ പോയത്. മാലയോ? ആ 5 പവന്റെ. 5 പവനോ? എന്താ മെമ്പറെ മഴത്ത് കുടുങ്ങിയോ? ആ പെട്ടെന്നൊരു മഴ പെട്ടു. അല്ല എന്താ ഈ വഴിയൊക്കെ? ഞാനേ നമ്മുടെ അപ്പേട്ടൻ്റെ വീട് ഒന്ന് പോകണം. അവിടെ എന്തോ മോഷണം നടന്നു എന്നോ ആരോ എടുത്തു എന്നൊക്കെ പറഞ്ഞു കേട്ടു. അല്ല ആരാന്നൊക്കെ ഇവിടെ പറഞ്ഞു കേട്ടു. സത്യം തന്നെ ആണോ? അറിയില്ല, പോയി നോക്കട്ടെ. കണ്ട നാട്ടുകാർ മൊത്തം പറഞ്ഞു വെറുതെ ആണോ എംഎൽഎയൊക്കെ? അപ്പേട്ട ഒരു മിനിറ്റ്. ഞാനൊരു വാർത്ത കേട്ടു, അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഇറങ്ങിയതാ. അത് വരെ വേണ്ടപ്പോഴേ മനസ്സിലായി. മെമ്പറായി പോയില്ലേ, എല്ലായിടത്തും എത്തണ്ടേ. അല്ല എന്താ ഇപ്പം ഇതിൻ്റെ സത്യാവസ്ഥ? ഈ മോഷണം പോയെന്ന് പറഞ്ഞത് ശരി തന്നെയാണോ? മോഷണം പോയെന്ന് മാത്രമല്ല, അത് എടുത്തത് ആരാന്നും എനിക്കറിയാം. രാജു. അല്ല അതും ഞാൻ കേട്ടു. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ എന്തെങ്കിലും? അവൻ ഇന്നലെ പെയിന്റ് പണി കഴിഞ്ഞ് പോയതിന് ശേഷമാണ് ആ സാധനം കാണാൻ അതായത് നഷ്ടപ്പെട്ടതേ 1ഉം 2ഉം പവനല്ല, 5 പവനാ. അങ്ങനെ കടലാസ് കഷ്ണം ഒന്നുമല്ലല്ലോ പാറി പോവാൻ. അത് ഇവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മോളെ ഓടല്ലേ വീഴും. അപ്പേട്ടെന്നാ ഞാൻ വിടട്ടെ? മെമ്പർ വരുന്നുണ്ട്. രാജു വിളിച്ചപ്പോൾ ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു. ആ കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ രാജു. അതെന്താ മെമ്പർ അങ്ങനെ പറഞ്ഞേ? കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കേട്ടു. എന്താ ഇപ്പം എൻ്റെ സത്യാവസ്ഥ? നിങ്ങൾ തമ്മിൽ നേരത്തെ എന്തെങ്കിലും? ഞങ്ങൾ തമ്മിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നാണിപ്പോൾ. ഇതിപ്പോൾ നാട്ടുകാർ മൊത്തം അറിഞ്ഞു. നാട്ടുകാരെങ്ങനെ അറിഞ്ഞ്? അതെനിക്കറിയില്ല. ഞാൻ അറിഞ്ഞത് നഷ്ടപ്പെട്ടതൊരു മാലയാണ്. മാലേ? അത് ഏകദേശം ഒരു 5 പവൻ വരും. 5 പവനോ? അങ്ങനെയാണ് കേട്ടത്. മെമ്പറെ മെമ്പർ വന്നേ, ഇത് ചോദിച്ചിട്ടെന്നെ കാര്യം. കട്ടിട്ട് മുടിച്ചിട്ട് വേണ്ട എൻ്റെ അളിയനും കുടുംബത്തിനും ജീവിക്കാൻ. ഒന്നും കഥ അവിടെ കാണും, എല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടാവും. നിങ്ങളൊന്നും അവിടെ ഇരിക്കുക. വേറെ ആരും എടുക്കാൻ സാധ്യമല്ല എന്നാണ് 1-2 ആളുകൾ ഞാൻ അറിഞ്ഞത്. സത്യത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം അറിയില്ല. ഈ ഒരു അവസരത്തിൽ നമ്മളിപ്പോൾ അവിടെ ചെന്നുകൊണ്ട് എന്താ കാര്യം? ഇനിയിപ്പോൾ നഷ്ടപ്പെട്ട സാധനം നമ്മളവിടെ പോയി തിരഞ്ഞിട്ട് അവിടെ നിന്ന് കിട്ടിയാൽ തന്നെ അത് നമ്മൾ കൊണ്ട് വെച്ചാൽ തന്നെ നാട്ടുകാർ അവരും വിശ്വസിക്കുള്ളൂ. നമുക്കിപ്പോൾ വേണ്ടത് അതല്ല, അല്ലല്ലോ. നമ്മളല്ല സാധനം എടുത്തതെന്ന് തെളിയിക്കലാണ്. അതിനിപ്പോൾ നമ്മളെന്താ ചെയ്യുക? മോനെ, ഇവരൊന്ന് സ്കൂളിൽ പോയില്ലേ? ഇതൊക്കെ കേട്ടപ്പോ ഒന്നിനും തോന്നിയില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അടുക്കള പോഞ്ഞിട്ടില്ല ചുരുക്കം. കട്ടനിടെ അമ്മ ചായ ഇപ്പൊ തരാട്ടാ. നിങ്ങളെ ഇതും കൊണ്ട് പോയിട്ട് ഉസ്മാനിക്കാന്റെ കടയിൽ നിന്ന് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിട്ട് വാ. ശരി. ആ ആ ആ ശരി. ആ ഞാൻ വിളിക്കാം.
നാട്ടുകാരുടെ കണ്ണും കാതൊക്കെ ഇപ്പോൾ ഇവിടേക്കാ. ആ അവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സ്ക്ലൂസീവ് വാർത്ത കിട്ടാൻ കാത്തിരിക്കുക. ആ അതെല്ലായിടത്തും കാണും അങ്ങനെ കുറേ എണ്ണം. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാ. അപ്പോഴേ ഞാനിപ്പോൾ ഒരു 4 ആൾ വിളിച്ചിരുന്നു. ഇതിപ്പോൾ രാജു എടുത്തിട്ടില്ല എന്ന് ഒരു 4-5 ആളുടെ മുന്നിൽ പറയണം. ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് പറയാൻ മെമ്പർ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകിട്ട് നമുക്ക് അങ്ങാടിയിൽ ഓഫീസിൽ ചെന്ന് കൂടാം. അപ്പേട്ടനെ ഒരു വേണ്ടപ്പെട്ട 4 ആളെ വിളിക്കുകയും ചെയ്യാം. ആ ആയിക്കോട്ടെ. അപ്പേട്ടാ, നമുക്കിതൊരു നല്ല തീരുമാനത്തിലെത്തണം. അതിന് എൻ്റെ ആളെ കാല് പിടിക്കല്ലേ വേണ്ടത്. നിങ്ങളൊന്ന് ഇരിക്കേ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പരസ്പരം അറിയുന്ന ആൾക്കാരും ഈ നാട്ടുകാരുമാണ്. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ച. വർഷങ്ങളായിട്ട് നമുക്കറിയുന്ന ആളാണ് ഈ ഇരിക്കുന്ന രാജു. അപ്പേട്ടൻ്റെ വീട്ടിൽ നിന്ന് കാണാതായ മാല രാജു എടുത്തിട്ടില്ലെന്നാണ് രാജുവിൻ്റെ നിലപാട്. ഇനി അഥവാ അബദ്ധവശാൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ വെച്ച് ഇപ്പോൾ തീർപ്പാക്കാം. എന്താ രാജു? ഇല്ല മെമ്പറേ, എൻ്റെ 2 പിള്ളേരാണ് സത്യം. ഞാൻ എടുത്തിട്ടില്ല. അപ്പേട്ടൻ രാവിലെ വന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പിന്നെ മെമ്പർ വന്ന് പറഞ്ഞപ്പോഴാണ് സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പേട്ടൻ എന്നെ അറിഞ്ഞൂടെ? അപ്പേട്ടൻ്റെ വീട്ടിൽ പെയിൻറ് പണിക്ക് വന്നത് പണിയെടുത്ത് കിട്ടുന്ന കൂലിക്ക് വേണ്ടി മാത്രമാണ്. അതേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ കട്ടിട്ട് മോഷ്ടിച്ചിടുന്ന എനിക്ക് എൻ്റെ പെണ്ണിനും പിള്ളേരും പോറ്റേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അവരോട് പോയി പോലീസ് കേസ് കൊടുക്കാൻ പറയാം മെമ്പറേ. ബാക്കി അവരന്വേഷിക്കട്ടെ. താനൊന്ന് ഇരിക്കടോ, വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. അപ്പേട്ടാ, രാജു എടുത്തിട്ടില്ലെന്ന് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അത് അപ്പേട്ടൻ്റെ തീരുമാനം. ഇയാളെന്തൊന്നും മിണ്ടാത്ത്? മാല അയാളെന്നെ വിഴുങ്ങിയാ? ഇരിക്കും. ഞാൻ പറയാം. അപ്പേട്ടാ, നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം വേണം. രാജു തന്നെ എടുത്തു എന്നാണോ അപ്പേട്ടനെ ഇപ്പോഴും വിശ്വസിക്കുന്നത്? നിങ്ങളിങ്ങനെ മിണ്ടായിരുന്നോണ്ട് കാര്യമില്ല. മെമ്പറെ നിങ്ങളിനി പോയിക്കോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. മെമ്പറെ ഞാൻ പേടിക്കണ്ടടോ. ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് നിങ്ങൾ പറഞ്ഞ് കേട്ടതാണ്. അത് സത്യമാണെങ്കിൽ നിങ്ങൾക്കൊന്നും സംഭവിക്കാതെ അത് ഞാൻ നോക്കിക്കോളാം. ധൈര്യമായിട്ട് വെക്കും. അപ്പേട്ടാ, നമുക്കിത് പോലീസ് കേസ് കൊടുക്കാം. അപ്പേട്ടൻ പറഞ്ഞ പോലെ ഇതെന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നല്ല. അതൊന്നും വേണ്ട, എൻ്റെ മാല കിട്ടി. കിട്ടിയോ? എന്നിട്ടെന്താ ആദ്യം പറഞ്ഞത്? ഇത്രയും നേരം ഞങ്ങളൊക്കെ വിഡ്ഢികളാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയത്? എൻ്റെ മുതൽ എവിടെയും പോയിട്ടില്ല. അത് ഞാൻ ഈ നാട് മുഴുവൻ പാടി നടക്കണോ? അത് വിട്ടേക്ക്. ഇനി അതിൻ്റെ പിന്നാലെ നടന്ന് നീ നിൻ്റെ ചീത്തപ്പേര് കൂട്ടണ്ട. അപ്പേട്ടനൊന്ന് നിന്നേ. ഞങ്ങൾ ഈ നേതാക്കന്മാരെ കണ്ടതിലും കേട്ടതിലും കയറി അങ്ങോട്ട് ഇടപെടും. അത് ചിലപ്പോൾ ആരും ക്ഷണിച്ചിട്ടൊന്നും ആയിരിക്കില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞ ചീത്തപ്പേരില്ലേ, അതൊക്കെ പലപ്പോഴും അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് എന്ന് കരുതി ഞങ്ങളാരുടെയും പ്രശ്നത്തിൽ ഇടപെടാതിരിക്കില്ല. അതാ ഞങ്ങൾ ഈ നേതാക്കന്മാരുടെ ഒരു ശീലം. പിന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ നിങ്ങളുടെ മുതലൊന്നും എവിടെ നഷ്ടപ്പെട്ട് പോയിട്ടില്ല എന്ന്. ഇനി അഥവാ പോയാൽ തന്നെ പണം കൊടുത്ത് വേറെ മേടിക്കാൻ പറ്റും. പണം കൊടുത്താൽ കിട്ടാത്ത പലതും ഉണ്ട്. ഇപ്പോഴൊന്നും പോയാൽ കുടുംബമല്ലേ, അവർക്കിന്ന് സമൂഹത്തിന് മുന്നിൽ നഷ്ടപ്പെട്ടു പോയ അവരുടെ സത്യസന്ധത, നന്മ, വിശ്വാസം, അതൊക്കെ തിരിച്ചു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? സമൂഹത്തിന് മുന്നിലേ അവനൊരു കള്ളനാ നിങ്ങൾ കാരണം. അപ്പാപ്പൻ്റെ കണ്ണട മോളെ.
അപ്പേട്ടാ, നിങ്ങൾ കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു കള്ളനായി, അതും ചെയ്യാത്ത തെറ്റിന്. ആ പേര് തിരുത്താൻ എനിക്ക് ഈ സമയം മതിയാവില്ല അപ്പേട്ടാ. നാട്ടുകാർ അവരെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, എൻ്റെ ആവശ്യം ആ മാല ഞാൻ എടുത്തിട്ടില്ല എന്ന് അപ്പേട്ടൻ്റെ മുമ്പിൽ തെളിയിക്കലായിരുന്നു. അതെന്തായാലും മനസ്സിലായല്ലോ. അത് മതി, ഞാൻ അത് മാത്രം മതി. കണ്ടില്ലേ, കത്തിയേക്കാൾ മൂർച്ചയുള്ള ആയുധമാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ. പക്ഷെ അത് തിരിച്ചറിയാനുള്ള നല്ല മനസ്സുണ്ടായാൽ മതി. സ്നേഹം നിറഞ്ഞ വാക്കുകൾ പരസ്പരം കൈമാറാൻ.